ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അഭിമാന്യു. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ലോഗോ എങ്ങനെ സെറ്റ് ചെയ്യാം, വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഹൗ ടു ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗ ടു ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട് ഓപ്ഷൻ കാണാം. ഓക്കെ, എൻ്റെ പേരിൽ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ പേരിലാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് നെയിം കൊടുക്കുക, ID ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. അത് ജസ്റ്റ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോഡ് വരും, അത് നിങ്ങളുടെ ഇതിലേക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോഡ് വരും, അത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഫോൺ നമ്പറിന് നേരെ ഫോൺ നമ്പർ ഓപ്ഷണൽ ആണ്, അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വേണം ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, താഴെ പോകാൻ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് പോവുക, ഐ എഗ്രി ഓപ്ഷൻ കാണും, ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. ഓക്കെ, ഗൂഗിളിൽ പോവുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ. ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് പേര് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പേര് മാറ്റാം. ഓക്കെ, അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, രണ്ട് മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും നിങ്ങൾ കണ്ടു, റൈറ്റ്? അതുപോലെ തന്നെ അതിൽ ലോഗോ എങ്ങനെ സെറ്റ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ, ബാനർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കസ്റ്റമൈസ് ചാനൽ ക്ലിക്ക് ചെയ്യാം. ലേഔട്ട് എന്ന ഓപ്ഷൻ കാണാം, ബ്രാൻഡിങ് കാണാം, ബേസിക് ഇൻഫോ കാണാം. ഓക്കെ, ലേഔട്ട് എന്തെന്ന് വെച്ചാൽ ലേഔട്ടിന്റെ ഓപ്ഷൻ നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരില്ല. ഒരു 100-200 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലേഔട്ടിന്റെ ഓപ്ഷൻ വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണമെങ്കിലാണെങ്കിൽ അത് മാത്രമേ ലേഔട്ട് ആവശ്യം വരുള്ളൂ. ഓക്കെ, പിന്നെ ബ്രാൻഡിങ്ങിലാണ് ലോഗോ, ബാനർ, അതുപോലെ തന്നെ വീഡിയോ വാട്ടർമാർക്ക്. വീഡിയോ ഫുൾ ആയിട്ട് ഒരു വാട്ടർമാർക്ക് വേണമെങ്കിൽ അത് യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വാട്ടർമാർക്ക് ഇടേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് വീഡിയോ വാട്ടർമാർക്ക്. ഓക്കെ, ലോഗോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം അപ്ലോഡ് ഓപ്ഷൻ കാണാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കാണുന്നത് വെറും ആർ എന്നൊരു ആൽഫബറ്റ് ആണ്, കാരണം ഞാൻ പേര് കൊടുത്തത് രാഹുൽ ആണെന്നാണ്. അപ്പോൾ അതിന്റെ ആർ എന്ന ആൽഫബറ്റ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ലോഗോ സെറ്റ് ചെയ്യാം. ഓക്കെ, ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ഓൾറെഡി നിങ്ങളുടെ ചാനലിൽ പബ്ലിഷ് ആയിരിക്കുകയാണ് ആ ലോഗോ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബാനർ അപ്ലോഡ് ചെയ്യണം. ബാനർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാനർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാനറിന്റെ ഡയമെൻഷൻ 2048x1152 ആണ്. ഓൾറെഡി ഇവിടെയും നിങ്ങൾക്ക് കാണാം 2048x1152. നമുക്ക് ആ ബാനർ സെറ്റ് ചെയ്യാം. ഓക്കെ, റണ്ണ് കൊടുക്കുക. അപ്പൊ ബാനർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബേസിക് ഇൻഫോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ എന്താണ്, എന്തിനെ പറ്റിയാണ്, ഫുഡ് ചാനൽ ആണോ, അതായത് ടെക് ചാനൽ ആണോ? അപ്പോൾ നിങ്ങളുടെ ചാനലിനെ പറ്റി ഇതിൽ എഴുതുക. വല്ല ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ അങ്ങനെ അതിനെപ്പറ്റി ഇതിനകത്ത് എഴുതുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചാനൽ URL ഉണ്ട്, ലിങ്ക് ഉണ്ട്, നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ട്, ഇമെയിൽ അഡ്രസ്സിന്റെ ബോക്സും ഉണ്ട്, അവിടെ ഇമെയിൽ അഡ്രസ്സും കൊടുക്കാം. ഓക്കെ, അതാണ് ബേസിക് ഇൻഫോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ലോഗോ മാറ്റുന്നത്, ബാനർ മാറ്റുന്നത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ബാനറിനെ പറ്റി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ ബാനർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2048x1152 എന്ന സൈസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട്
2040 into 1152 എന്ന ഡയമെൻഷൻ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾക്ക് വേണ്ട കണ്ടന്റ് ഫുൾ പേജ് നമ്മൾ ആഡ് ചെയ്യരുത്. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും ക്രോപ്പ് ആയി പോകും. ഓക്കെ, നമ്മൾ കുറച്ച് പോർഷൻ മാത്രമേ ആ കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. കുറച്ച് പോർഷൻ മാത്രമേ നമ്മളുടെ കണ്ടന്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ കുറച്ച് പോർഷൻ മാത്രമേ നമ്മുടെ കണ്ടന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് എല്ലാ ഡിവൈസിനും ക്രോപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ മറന്നുപോയി. ഈ ലേഔട്ടിൽ തന്നെ കാണാം ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവൻ സബ്സ്ക്രൈബ്ഡ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ ചാനൽ വരികയാണെങ്കിൽ കാണിക്കുന്ന ഒരു ട്രെയിലർ ആണ് ചാനൽ ട്രെയിലർ. അതുപോലെ തന്നെ ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, തിരിച്ച് വീണ്ടും വരുന്ന സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാനുള്ള ഒരു ഫീച്ചേർഡ് വീഡിയോ ആണ്. ഓക്കെ, ഞാൻ എന്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ സോഷ്യൽ ഫ്രീലാൻസർ എന്ന ചാനൽ വിസിറ്റ് ചെയ്തപ്പോൾ കാണിക്കുന്ന ട്രെയിലർ ആണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ വേറൊരു ട്രെയിലർ ആണ് നമുക്ക് കാണാം. അത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് വേറെ വീഡിയോ ആയിരിക്കും നമുക്ക് കാണുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ. കണ്ടോ, ഇപ്പൊ ടോപ്പിൽ കാണിക്കുന്ന വീഡിയോ നോക്കൂ. ടോപ്പ് 5 വെബ്സൈറ്റ് ഫോർ കോപ്പിറൈറ്റ് ഫ്രീ ഇമേജസ് എന്ന വീഡിയോ ആണ് കാണുന്നത്. അതായത് ഞാൻ സെറ്റ് ചെയ്തത് ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്. റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സിന് കാണാനുള്ള വീഡിയോ ആണ് ഇത്. ടോപ്പ് 5 വെബ്സൈറ്റ് ഫോർ കോപ്പിറൈറ്റ് ഫ്രീ ഇമേജസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനലിൽ. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഈ ലോഗോയും ബാനറും ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനലിൽ. ഓക്കെ, ഏറ്റവും ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം ക്രിയേറ്റ് ഓപ്ഷൻ. ഒരു വീഡിയോന്റെ ലോഗോ ആണ്, അപ്ലോഡ് വീഡിയോ കാണാം. ഓക്കെ, അതും ഒരു ഓപ്ഷൻ ആണ്. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോവുക. ഈ നമ്മുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ പോവുക. യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോസ്, അതും ഒരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ വീണ്ടും റൈറ്റിൽ പോയി കാണാം ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ. അവിടെ വീണ്ടും കാണാം അപ്ലോഡ് വീഡിയോസ്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാണ്. സെലക്ട് ഫയൽ കൊടുക്കുക. ഓക്കെ, ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ടൈറ്റിൽ കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ തംബ്നെയിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോന്റെ ഫസ്റ്റ് കാണുന്ന ഇമേജ് ആണ് തംബ്നെയിൽ. പിന്നെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് പ്ലേലിസ്റ്റ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടി താഴോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം. യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇപ്പൊ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ മേലുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ താഴെ ഓപ്ഷൻ ടിക്ക് ചെയ്യണം, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഓക്കെ, പിന്നെ താഴെ കാണാം ടാഗ് ഓപ്ഷൻ. ഇപ്പൊ ഈ വീഡിയോ ട്രാവൽ റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ട്രാവൽ ആയിട്ടില്ല എന്തെങ്കിലും ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ട്രാവൽ വ്ലോഗ്, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത്ര ടാഗ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ വീഡിയോ ലാംഗ്വേജ് നിങ്ങളിപ്പോൾ മലയാളത്തിലാണ് പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൊക്കേഷൻ, നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ കാറ്റഗറി, നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറി ആയിട്ട് റിലേറ്റഡ് ചെയ്തതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുന്നതാണ്. എന്റർടൈൻമെന്റ് ആണോ, സയൻസ് ആൻഡ് ടെക്നോളജി ആണോ, എഡ്യൂക്കേഷൻ ആണോ, കോമഡി ആണോ, ട്രാവൽ ആണോ, അങ്ങനെ ആണെങ്കിൽ ട്രാവൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എലമെന്റ്സിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആഡ് സബ് ടൈറ്റിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് സബ് ടൈറ്റിൽസ് കാണാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ലാംഗ്വേജ് ഇപ്പോൾ മലയാളമാണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ ലാംഗ്വേജ്
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ എലമെന്റ്സിൽ കാണാം ആഡ് സബ് ടൈറ്റിൽസ് എന്നൊരു ഓപ്ഷൻ ആഡ് കാണാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആഡ് ആൻഡ് എൻഡ് സ്ക്രീൻ. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിനാണ് ഇത് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റു ചാനലിൽ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ വേറെ വീഡിയോ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇമ്പോർട്ട് ഫ്രം വീഡിയോ. ഓക്കെ, ഈ വീഡിയോ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ആണ് ഇത് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ബെസ്റ്റ് ഫോർ വ്യൂവർ ഇവിടെ തന്നെ നമുക്ക് കാണാം. ബെസ്റ്റ് ഫോർ വ്യൂവർ ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ ടോപ്പ് 5 വെബ്സൈറ്റിന്റെ വീഡിയോ ആണ്. പിന്നെ നടുക്കാണ് സോഷ്യൽ ഫ്രീലാൻസർ, അതായത് അത് ക്ലിക്ക് ചെയ്താൽ ഒരു യൂസറിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ആണെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ വേണം കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ പോവുക, എന്നിട്ട് ഇങ്ങനെ കുറയ്ക്കാവുന്നതാണ് ഇങ്ങനെ. അതുപോലെ തന്നെ ഏറ്റവും മേലെ കാണിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഫോർ വ്യൂവർ ആണ്. ഇപ്പൊ നമുക്ക് ബെസ്റ്റ് ഫോർ വ്യൂവർ വേണ്ടെങ്കിൽ ഇവിടെ പോവുക, ഇവിടെ പോയിട്ട് ചൂസ് സ്പെസിഫിക് വീഡിയോ കൊടുക്കുക. നമുക്ക് ആ വീഡിയോ കാണിച്ചാൽ മതിയെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ആ വീഡിയോ വന്നു. ഇപ്പൊ മേലെ ഏത് കാണിച്ചിട്ടുണ്ട്, സെയിം വീഡിയോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ സെയിം വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ മാറ്റുക, വേറെ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇവിടെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, മോസ്റ്റ് റീസെന്റ് അപ്ലോഡ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഫീച്ചർ ദ മോസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ വീഡിയോ കഴിയാനാകുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഫീച്ചർ ദ മോസ്റ്റ് റീസെന്റ്ലി അപ്ലോഡഡ് വീഡിയോ. റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ അവിടെ കാണിക്കും. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ആഡ് കാർഡ്സ് ആണ്. ഓക്കെ, നമ്മൾ കാർഡ് ആഡ് ചെയ്യണം. കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് പ്ലേസിലായിട്ട് ഓരോരോ വീഡിയോ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് ഇവിടെയാണ് ഒരു വീഡിയോ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോന് അടുത്ത് പോവുക, പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ആയി. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു വീഡിയോ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാം. ഓക്കെ, ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വീഡിയോ പ്ലേലിസ്റ്റ് ചാനൽ വരും. വീഡിയോ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കാർഡ് സെലക്ട് ആയി. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്ലേസ് ചെയ്ത കാർഡിന്റെ അടുത്ത് വീഡിയോ എത്തിയാൽ ഇവിടെ ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് വീഡിയോന്റെ ടൈറ്റിൽ പോപ്പപ്പ് ചെയ്ത് വരും. ഇതുപോലെ ഇവിടെ കാണാമല്ലോ, ലെനോവോ തിങ്ക്പാഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോയിലേക്ക് അത് പിന്നെ റീഡയറക്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര മതിയെങ്കിൽ സേവ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ അടുത്ത ഓപ്ഷൻ ചെക്ക് ആണ്. ചെക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് കാണാം കോപ്പിറൈറ്റ്, നോ ഇഷ്യൂസ് ഫൗണ്ട്. പിന്നെയാണ് വിസിബിലിറ്റി. ഓക്കെ, സേവ് ഓർ പബ്ലിഷ്, അതായത് പ്രൈവറ്റ് ആയിട്ട് വെക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ. ഓൺലി യു ആൻഡ് പീപ്പിൾ യു ചൂസ് ക്യാൻ വാച്ച് യുവർ വീഡിയോ. പിന്നെ അടുത്തത് അൺലിസ്റ്റഡ്. അൺലിസ്റ്റഡ് അർത്ഥം എന്ന് വെച്ചാൽ എനിവൺ വിത്ത് ദ വീഡിയോ ലിങ്ക് ക്യാൻ വാച്ച് യുവർ വീഡിയോ. നമ്മൾ ആ വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയാ, ഒരുതരം സേവ് ചെയ്ത് വെക്കുന്ന പോലെ, യൂട്യൂബിനകത്ത് സേവ് ചെയ്ത് വെക്കുന്ന പോലെയാണ് അൺലിസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പബ്ലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് ലോകം മൊത്തം പിന്നെ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ഷെഡ്യൂൾ ഓപ്ഷൻ ആണ്. ഷെഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോ അടുത്ത മാസം അപ്ലോഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ ജൂലൈ 18, ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ജൂലൈ 31 അപ്ലോഡ് ചെയ്താൽ മതിയെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഷെഡ്യൂൾ കൊടുത്താൽ അത് ജൂലൈ 31 പിന്നെ അപ്ലോഡ് ആവത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും